അതുപോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ളൊരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ? രേണുസുതിയുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കഥാനായകനായിട്ടുള്ള തങ്കച്ചൻ ചേട്ടൻ വീട് ചുരണ്ടിയൊക്കെ ഇളക്കുന്നു. ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് എല്ലാവരും എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തേക്കുന്നത്. എൻ്റെ അടുത്തും ഒരുപാട് ആൾക്കാർ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പം തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ ജെന്യുവനായിട്ട് തന്നെ ഞാൻ പറയാം. ആ വീട്ടിന് കുറച്ച് കേടുപാടുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മതിലിൻ്റെ ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പിന്നെ ആ വീട്ടിൻ്റെ റൂഫിൻ്റെ സൈഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കുറച്ച് ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പൊളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അത് എന്തായി കഴിഞ്ഞാലും ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് ശരിയാക്കി കൊടുക്കേണ്ടത്, അല്ലേ? ഫിറോസ് ഭായ് എന്തായാലും ഇന്ന് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാര്യം അതായത് പുള്ളി തന്നെ ആ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വന്ന് ആ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ദാനമായിട്ട് കിട്ടിയ ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ അത് മാക്സിമം നമ്മളായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നത്. എല്ലാ വീടുകളാകുമ്പോഴത്തേക്ക് കാലപ്പഴക്കങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള കേടുപാടുകൾ വരും, അല്ലേ? അപ്പം നമ്മളാണ് സ്വന്തമായിട്ട് അതിനൊരു പരിഹാരം കാണേണ്ടത്. അല്ലാതെ നമ്മൾ പണിഞ്ഞു തന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ രേണു ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിറോസിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇത് കോംപ്രമൈസ് ചെയ്യാതെ വെറുതെ വന്നിട്ട് പബ്ലിക് ഓഡിയൻസിന്റെ മുന്നിൽ ഈ ഒരു സാധനം വന്ന് വിളിച്ച് പറഞ്ഞു. അതാണ് ഇവിടെ ഇത്രയും വലിയൊരു നെഗറ്റീവ് ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. എന്തായാലും നമുക്ക് വീട് ചുരണ്ടുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഞാൻ തൊട്ട് കാണിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് തേപ്പ്, കണ്ടോ? ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ടോ, എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക. ഇങ്ങനെയൊക്കെ ചെന്ന് ചുരണ്ടി കഴിഞ്ഞാൽ അത് ഏത് സാധനമായി കഴിഞ്ഞാലും ഇളവും. അതിനിപ്പോൾ നിങ്ങൾ കല്ലും മണ്ണും കൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ ചുരണ്ടി കഴിഞ്ഞാൽ അതായാലും ഇനി ഇളവി വരും. അപ്പം ഇതെല്ലാം ഒരു കുറ്റമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇത് പൊളിഞ്ഞ് വീഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത് ശരിയാക്കി കൊടുക്കുക തന്നെ വേണം. എന്നും പറഞ്ഞ് ഈ വീട് കംപ്ലീറ്റും ഇങ്ങനെ കൈ വെച്ച് പൊളിച്ചെടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്കൊക്കെ സമയം കാണത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് മാന്യമായിട്ട് പേഴ്സണലി വിളിച്ച് സംസാരിച്ച് തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അനാവശ്യമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് അവരെയും കുറ്റം പറഞ്ഞ് ബാക്കിയുള്ളവരെയും കുറ്റം പറഞ്ഞ് ദാനമായിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പോലും നിങ്ങൾ ഓർക്കാതെയായിരുന്നു വന്നിരുന്ന് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ഈ തങ്കച്ചൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇങ്ങനെ എന്തെല്ലാമായിരുന്നു വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഈ ഇത് പറഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു സാധനം നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞത്? നിങ്ങളുടെ മകളാണ് വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ആ വീട് മൊത്തം ചോർച്ചയാണ് അതായതാന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ അത് ഉടനെ മാറ്റി പറയാനായിട്ട് നോക്കി. ചോർച്ച എന്ന് പറയുന്ന ഒരു വാക്ക് അവർക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ആ ഒരു വാക്കിൽ പിടിച്ച് കയറലെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ വോയിസ് പുറത്തു വന്നു. നിങ്ങളും വോയിസിനകത്ത് പറയണത് എന്താണ്? വീട് മുഴുവനായിട്ട് ചോരുന്നുവെന്ന്. നിങ്ങളുടെ ഭാഗത്ത് അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തും മിസ്റ്റേക്കുകളുണ്ട്. പക്ഷേ ആ മിസ്റ്റേക്കുകളെല്ലാം സംസാരിച്ച് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞൊന്നും വീണിട്ടില്ല, മനസ്സിലായില്ലേ? പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് നമ്മൾ പലതും വിളിച്ച് പറയുമ്പോൾ സാമാന്യ ബോധം വേണം നമുക്ക്. അങ്ങനെ ഈഴത്തുന്ന ഒരാളുമല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേ എന്ന് ഓർത്ത് ഞങ്ങളിത് ഇക്കണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം. ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇത് ഉണ്ടാക്കിയ ആൾ കൂടെ ഫിറോസ് എന്ന് പറഞ്ഞ KHDC അയാളെ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. പിള്ളേർക്കൊരു വീട് തന്നെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തോ യൂട്യൂബർമാരുടെ കൂടെ നിന്നിട്ടെങ്ങാണ്ട് അയാൾ വീഡിയോ ചെയ്തു എടുത്തു എന്നൊക്കെ. ഈ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു വിഷയം ആരാണോ ചെന്ന് പറയണത്? ഇവിടെ രേണു എന്ന് പറയുന്നൊരു വ്യക്തിയാണ് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് എൻ്റെ വീട് ചോരുന്നുണ്ട്, വീട് പ്രശ്നമാണെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് സാഹചര്യത്തിലാണ് ഈ രേണുവിനെതിരെ ഒരു വീഡിയോ ഇട്ടത്? നിങ്ങളല്ലേ ആദ്യമേ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞത്, അതിനുശേഷമല്ലേ ആ പുള്ളി വന്നിരുന്ന് വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങളാണ് ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് യൂട്യൂബേഴ്സിൻ്റെ പെടലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മളെല്ലാവരും ഇത് പബ്ലിക്കിൽ കാണുന്ന സാധനം നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. കരുതിയൊരു വ്യക്തി അദ്ദേഹത്തിന് സാറേ എന്നല്ല ഞാൻ അഭിസംബോധന ചെയ്തില്ല, അറിയോ? അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളമാണ്, ചോരുന്നില്ല, അത് 200% എനിക്ക് ഉറപ്പുണ്ടത്. പുള്ളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം വന്ന് കണ്ടിട്ട് ഇത് പക്ഷേ പൊളിച്ചാണ് എടുക്കാൻ നോക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ വളരെ വ്യക്തമായിട്ട് നോക്കിക്കോ.
അത് കൈ വെച്ച് പൊളിച്ചെടുക്കാൻ നോക്കുവാണ്. ജിപ്സം വെച്ച് പണിഞ്ഞൊരു സാധനത്തിന് ഇത്രയും കട്ടിയും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇടിച്ചു പൊളിച്ച് വലിച്ചെടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേ സമയം കാണത്തുള്ളൂ മനുഷ്യ. നിങ്ങൾക്ക് യാതൊരു ബോധവും ഇല്ലാതെ വന്നിരുന്ന് പ്രവർത്തിക്കാരി. അത് പൊളിഞ്ഞ് വീഴുവാണെങ്കിൽ അയാൾ വന്നിരുന്ന് പണിയും. അത് അയാൾ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? അതിന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ എടുത്ത് വീട് പൊളിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും എനിക്ക് ആൻസർ ഇല്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഇത് വേണ്ട, ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കുക. ഞാൻ അതുകൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല. ഒന്ന് അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടി കിട്ടും. ഇത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി വശം നോക്കാം. ബാക്കി വശം കംപ്ലീറ്റ് തേപ്പും പോകുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിൻ്റെ കാര്യം പിന്നെ പറയാം. അതുപോലെ ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. അവരുടെ നമ്പരും ഇല്ല ഒന്നും അറിയില്ല. ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. എല്ലാം സ്പോൺസറിങ് എന്നാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞത്. ഇവിടെ ഈ പുള്ളി മതിലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യത്തിനകത്ത് 100% യോജിക്കുന്നുണ്ട്. മതിലിന് പൊട്ടലുണ്ട്. ആ പൊട്ടൽ അവർ പരിഹരിക്കുക തന്നെ വേണം. അതിനിപ്പം സ്പോൺസർ ആണെങ്കിലോ ഇനി എന്താണെങ്കിലോ ആരാണോ ഈ ഒരു സംഭവം ഉത്തരവാദിത്തം ചെയ്തത് ആ വ്യക്തി ഇത് പരിഹാരം ചെയ്ത് തന്നെ കൊടുക്കണം. അതിനകത്ത് ഞാൻ യാതൊരു കുറ്റവും പറയുന്നില്ല. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നിയത്. കാര്യം ഈ വീട്ടിൻ്റെ ചോർച്ചയെ പറ്റിയിട്ട് രേണു പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും വന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വീഡിയോ ആയിട്ട് രേണുവിൻ്റെ ചാനലിൽ വന്ന സമയത്താണ് ഈ മതിലിൻ്റെ പൊട്ടലിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. തെറ്റുകളുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ മതിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം അകത്തോട്ട് വീഴുന്നു എടുക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഫിറോസ് ഓൾറെഡി അത് പരിഹരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ ആ വീഡിയോ കൊടുക്കാം. നിങ്ങൾ ഓൾറെഡി ഈ ഒരു വീഡിയോ കണ്ടു കാണുമായിരിക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിച്ച് ഈ പ്രശ്നങ്ങൾ തീർക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് ദാനം തന്ന ആൾക്കാരെയും കുറ്റം പറയുക, ആ വീട് പണിഞ്ഞ് കൊടുത്തവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, അങ്ങനെ ഇങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ സമയം കാണത്തുള്ളൂ. ഈ KHDC ചെയർമാൻ ഈ വീട് പണിയുന്ന അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ ഈ മതിൽ നിങ്ങൾ കാണുക. ഈ മതിൽ കെട്ടി താഴെ നിന്ന് ഓഫീസ് കെട്ടി ഇത്രയും പൊക്കത്ത് ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ? ഈ 6-7 അടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടി വെച്ചത്. മൊത്തം മറിഞ്ഞ് നിൽക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വയ്ക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും. മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ദാനം തന്ന ബിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോകും. പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട്. അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടി വെച്ചിരുന്ന ഇത് പോകും. നിങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല എന്ന് നിങ്ങൾ നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളായ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ടൊരു സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു. രേണുവിന് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നിരുന്ന എന്ത് ഉദ്ദേശത്തിലാണ് ഈ നിവൃത്തിയില്ല എന്ന് പറയണത്? ഇനി അടുത്തത്, ഇനി രേണുവിൻ്റെ വക ഒരു ഡയലോഗുണ്ട്. അത് ഞാൻ നിങ്ങളെവിടെ കേൾപ്പിക്കാം. ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു. എനിക്കത് പറയാം. കാരണം എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. രേണു പറഞ്ഞൊരു കാര്യം കേട്ടോ. ഇവിടെ തങ്കച്ചൻ പറയുന്നുണ്ട് ഈ വീടിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. അപ്പം രേണു സൈഡിൽ നിന്ന് പറയുക അതുകൊണ്ട് താഴെ വീഴത്തില്ലായിരിക്കാം, അതുകൊണ്ട് എൻ്റെ തലയിലോട്ട് ഇടിഞ്ഞ് വീഴത്തില്ലായിരിക്കുമെന്ന്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവരുടെ ഏറ്റവും വൃത്തികെട്ട ഒരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് ദാനമായിട്ട് പണിഞ്ഞ് കൊടുത്തിട്ട് ഇവർ വന്നിരുന്ന് കുറ്റമായിട്ടാണ് സംസാരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ ഇവരുടെ ഈ ഒരു ഡയലോഗിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടോ? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇവരെടുത്ത് പറഞ്ഞ ഡയലോഗാണ് അതുകൊണ്ട് തലയിലൊന്നും ഇടിഞ്ഞ് വീഴുന്നില്ല എന്ന്. എന്തർത്ഥത്തിലാണ് അവരങ്ങനെ സംസാരിച്ചത്? അവർ പുച്ഛത്തോടെയല്ലേ ഇവർ വന്നിരുന്ന് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ തെറ്റുകാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിനക്കൊന്നും തലയ്ക്ക് ബോധമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവർക്ക് ദാനമായി കൊടുത്തെന്ന് വെച്ച് ഇവർക്ക് പല കാര്യങ്ങളും പറയാനുള്ള അവകാശവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പുച്ഛിക്കരുത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട്. ബാക്കി ഇത് ഈ തേപ്പ് ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇത്ര പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമെൻറ്റ് ഇട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ഇത് കാണിക്കാതെ ജനങ്ങളെ അറിയിക്കാനും, കാരണം അതുപോലെ സൈബർ ആക്രമണത്തിൽ രേണുവും പെട്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെയും കൂടെ ആക്ഷേപിച്ച് നിങ്ങളിത് വളരെ പേഴ്സണലി വിളിച്ച് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം. പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ പറയുന്ന നിങ്ങളുടെ മകളായിട്ടുള്ള രേണുവാണ് കൊണ്ടുവന്നത്. അവിടെ ഒരാവശ്യവും ഇല്ലാതെ വെറുതെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ക്യാമറമാൻ്റെ അടുത്ത് പറഞ്ഞ്
ഇതുപോലെ എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തുവാ വീട്ടിലിങ്ങനെ ചോരുന്നെന്ന് പറഞ്ഞു. അല്ലാതെ ഒരിക്കലും അയാൾ അറിയത്തില്ലേ നമ്മുടെ വീട് ചോരുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയോ? അല്ല റോഡായി പോകുന്നവനെ ആർക്കെങ്കിലും അറിയോ നമ്മുടെ വീട് ചോരുന്നെന്ന്? നമ്മൾ പറയാതെ ഒരിക്കലും അവരറിയത്തില്ലേ? അപ്പം ഇവിടെ കുറ്റം പറയേണ്ടത് നിങ്ങളുടെ മകളെയാണ്. നിങ്ങളുടെ മകളാണ് ഇതൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒരു വലിയൊരു ഇഷ്യൂ ആക്കിയത്. ഇനി തീർന്നിട്ടില്ല. ഇനി കൊച്ചിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ചൈൽഡ് ലൈൻ കേസ് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇവർ വന്നിരുന്ന് വിളിച്ച് പറയണത്. വീടല്ല ഈ കുഞ്ഞ് ഈ 5 വയസ്സുകാരൻ്റെ കാര്യം ആര് പറയും? അവര് താമസിക്കണ്ടല്ലേ? കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ. ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ? ആരെങ്കിലും ഈ യോഗ്യനായിട്ട് കയറി ചെയ്യുന്നുണ്ട് യൂട്യൂബ് കൂടെ, രേണുചേച്ചി അങ്ങനെ പറഞ്ഞു, രേണുചേച്ചി ഇങ്ങനെ പോയി, രേണുചേച്ചി അതാണ്, രേണുചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എടാ, ഈ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ? സ്വന്തം മകനെ നോക്കേണ്ടത് ഒരമ്മയുടെ കടമയാണ്, നാട്ടുകാരല്ല നിങ്ങളുടെ കൊച്ചിനെ നോക്കുന്നത്. അറിയോ? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കൊച്ചുങ്ങളെ ഒന്നും ആരും ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. സ്വന്തം കുഞ്ഞിനെ നോക്കാനായിട്ട് നമ്മളെല്ലാവരും വന്ന് നോക്കാനായിട്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? പബ്ലിക്കിൻ്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്തതിൻ്റെ പേരിലാണ് പറയണത് നിങ്ങളെല്ലാവരും വന്ന് കൊച്ചിനെ അങ്ങ് നോക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേരിൽ ചൈൽഡ് ലൈൻ കേസ് കൊടുക്കണം. ഓൾറെഡി ആ കൊച്ചിൻ്റെ കഴുത്തിൽ എന്തൊക്കെയോ പാടോ മുറിവോ ഒക്കെ ഉണ്ടായിരുന്നത് അല്ലേ? അതിൻ്റെയൊക്കെ പേര് ആരൊക്കെയോ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പം അതും പോരാതെ ഇപ്പം പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയുക, കൊച്ചിനെ ഞാൻ അങ്ങ് തരാം, കൊച്ചിനെ നിങ്ങൾ നോക്ക്, കൊച്ചിനെ നിങ്ങൾ നോക്കുന്നത്. സ്വന്തം അമ്മയ്ക്ക് പിന്നെ എന്താണ് ജോലി? ആ കുട്ടികൾക്ക് ദാനമായി കൊടുത്ത ആ ഒരു വീട്ടിൽ ഇപ്പം ഈ ഒരു അച്ഛനും അമ്മയും എല്ലാവരും അവിടെ താമസിക്കുന്നുണ്ട്. ഇവർക്ക് ആർക്കും നിങ്ങളുടെ കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ലേ? ഇതും സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും ഒരു മനുഷ്യരും ഇവിടെ വരരുത്. നാഴിക്ക് 40 തൊട്ട് എന്തുണ്ടെങ്കിലും കൊച്ചിൻ്റെ പേരും പറഞ്ഞ് അങ്ങ് വിക്ടിം കാർഡ് ഇറക്കുവാണ്. എന്നാ യൂട്യൂബേഴ്സാടാ, നിനക്കുമൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണ്, നിനക്കുമൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും. അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് പിന്നെ കരുതിക്കൂ. ഇങ്ങനത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ നോബൽ ഫിലിപ്പ്, ആ പുള്ളി എന്തെല്ലാം കാര്യങ്ങൾ വളരെ വിഷമത്തോടെ കൂടിയിട്ട് വന്ന് പറഞ്ഞെന്നറിയോ? അതൊന്നും ഇവിടെ ആരും ചെവി കേൾക്കുന്നില്ല. ഇവിടെ നമ്മളൊക്കെ എന്തെങ്കിലും വന്ന് വിളിച്ച് പറഞ്ഞാലാണ് അതൊരു കുറ്റമായിട്ട് ആൾക്കാർ കാണുന്നത്. എന്തായാലും ഫിറോസിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഫിറോസിൻ്റെ വീഡിയോയ്ക്കകത്ത് പുള്ളി വളരെ ആത്മാർത്ഥതയോടെ കൂടി തന്നെ മാപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാപ്പ് പറയേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല. നിങ്ങൾക്കത് എന്തെങ്കിലുമൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ കണ്ടിട്ട് ആ വീട് മൊത്തത്തിൽ ഇടിഞ്ഞൊന്നും പൊളിഞ്ഞ് വീണിട്ടില്ല. അതിന് ചെറിയ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഒരു പരിപാടിയുണ്ട് ഇവിടെ, കൊല്ലം സുധിയുടെ വീടിൻ്റെ പാച്ച് വർക്കുമായിട്ട്, അല്ലെങ്കിൽ അതിന് അവർ കാണിച്ച ഔട്ട്സൈഡ് ഇഷ്യൂസുമായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവർ പൊളിക്കുന്നുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത്. അല്ല, അവിടുത്തെ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചുസുതി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്നിട്ടാണ് ചെയ്തതാണ്. അതേപോലെ ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്തതാണ്. ഡോറ് വേറെ ആൾ വെച്ചതെന്നാണ്. അവിടുത്തെ ടൈൽ വർക്ക് ഷെറിൻ ഷാ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ KFTU എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്തതെന്നാണ്. ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഞാനാണ്. തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്തപ്പെട്ടൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. ഇപ്പം ഫിറോസ് ഭായ് പറയുന്നുണ്ട് ജിപ്സം പ്ലാസ്റ്ററിങ് ഞാൻ അവിടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്, അല്ലേ? അപ്പോൾ ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത് മൂലം ആ വീട്ടിന് അതിൻ്റേതായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അത് പരിഹരിക്കുക തന്നെ വേണം. അതിന് എത്ര നാൾ ചെന്നാലും ഇനി എത്ര വർഷം ചെന്ന് കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് ഒരിക്കലും നിങ്ങൾ കുറ്റമേക്കേണ്ട ആവശ്യമില്ല. ഇല്ല വീട് മൊത്തം ചോരുന്നെന്ന് പറഞ്ഞ കണക്ക്. എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു അത്. ജിപ്സം പ്ലാസ്റ്ററിങ് ഔട്ട്സൈഡിൽ ചില സ്ഥലങ്ങളെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ, മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടെയും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും അതേപോലെ ആ മിസ്റ്റേക്കിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു. അത് ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളെപ്പോഴും വലിയ ആൾക്കാരാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സ്വീകാര്യനാവുന്നത് എപ്പോഴാണെന്ന് അറിയുമോ? നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും അതിന് ക്ഷമ ചോദിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു. നല്ല മനസ്സാണ്. നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നതിനകത്ത് യാതൊരു മടിയുമില്ല, അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ.
എന്തായാലും സ്വന്തം കൊച്ചിനെ നോക്കാനായിട്ട് പറ്റത്തില്ല, പകരം നാട്ടുകാർ വന്ന് നോക്കണം. ഇതിനകത്ത് എനിക്കൊരു പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചു ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ മോനെ നിനക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയി നിന്ന് ആ കുട്ടിയെ നോക്കുക. അതാണ് ശരിക്കും വേണ്ടത്. അവർക്കാർക്കും ആ കൊച്ചിനെ നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് പോകുന്നത്. ഇനി രേണു ബിഗ് ബോസിലും കൂടി പോയി കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്താവും? ആ കൊച്ചിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? സോ കിച്ചു ബെറ്റർ അവിടെ പോയി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവം. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.